നമസ്കാരം. 2026 വളരെ പ്രധാനപ്പെട്ട സാമ്പത്തികപരമായിട്ടുള്ള ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ വീഡിയോ കാണുക. മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. 2026 പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പണം കൈകാര്യം ചെയ്യുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകളിൽ ഒന്നായിട്ട് മാറിയിരിക്കുന്നു. ഇന്നൊരു ജോലി ഉണ്ടെന്നതുകൊണ്ട് തന്നെ മാത്രം ഭാവി സുരക്ഷിതമാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഒരാൾക്ക് നല്ലൊരു ശമ്പളമുള്ള ജോലി ഉണ്ടെങ്കിലും പെട്ടെന്ന് കമ്പനി അടയ്ക്കുകയോ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുകയോ ചെയ്താൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. മാത്രമല്ല, വിലക്കയറ്റം കാരണം കഴിഞ്ഞ വർഷം 100 രൂപയ്ക്ക് വാങ്ങിയിരുന്ന സാധനം ഇന്ന് 130 രൂപയ്ക്ക് വാങ്ങേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. ഇത്തരം സാഹചര്യങ്ങളിൽ പണം എങ്ങനെ ഉപയോഗിക്കണം എന്നതിൽ വളരെ വ്യക്തമായ ആസൂത്രണം 2026 ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം തന്നെ തകരാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ 2026 സാമ്പത്തിക ആസൂത്രണം എന്നത് എല്ലാവർക്കും ആവശ്യമായ ഒരു അടിസ്ഥാന ജീവിത കഴിവാണ്. നല്ല സാമ്പത്തിക ജീവിതത്തിൻ്റെ തുടക്കം വ്യക്തമായ ലക്ഷ്യങ്ങളിലൂടെയാണ്. എൻ്റെ കുടുംബം എപ്പോഴും സുരക്ഷിതമായിരിക്കണം എന്നത് എല്ലാവരുടെയും ഒരു പ്രധാന ലക്ഷ്യമായിരിക്കണം. എന്നാൽ ആ ലക്ഷ്യം എങ്ങനെ നേടും എന്നതാണ് ഒരു ചോദ്യം. ഉദാഹരണത്തിന്, ഒരാൾ സേവ് ചെയ്യണമെന്ന് മാത്രം പറയുമ്പോൾ അയാൾക്ക് എത്ര രൂപ സേവ് ചെയ്യണമെന്നതിൽ വ്യക്തതയില്ല. എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ ഇപ്പോൾ 1 ലക്ഷം രൂപ അടിയന്തര ആവശ്യത്തിനായിട്ട് സേവ് ചെയ്യണമെന്ന് ലക്ഷ്യം വെച്ചാൽ അയാളുടെ എല്ലാ ചെലവുകളും അതനുസരിച്ച് നിയന്ത്രിക്കപ്പെടുകയും ചെയ്യും. വീട് വാങ്ങലായിക്കോട്ടെ, അല്ലെങ്കിൽ കുട്ടികളുടെ പഠനം, വിവാഹ ചെലവുകൾ, വിരമിച്ച ശേഷമുള്ള ജീവിതം എന്നിവയെല്ലാം മുൻകൂട്ടി ലക്ഷ്യങ്ങളാക്കി മാറ്റുമ്പോൾ പണം അനാവശ്യമായി ചെലവാക്കുന്ന ശീലം കുറയുകയും ചെയ്യും. ഇത്തരത്തിൽ ലക്ഷ്യങ്ങളില്ലാത്ത സാമ്പത്തിക ജീവിതം ദിശയിൽ ചെലവുകൾ മാത്രം കാണുന്നു. എന്നാൽ സുരക്ഷയ്ക്കുള്ള ചെലവുകൾ നമ്മൾ അവഗണിക്കാറുണ്ട്. ഉദാഹരണത്തിന്, ഒരാൾ മാസം 40,000 രൂപ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ വീട്ടു ചെലവുകൾക്കും സേവിങ്സിനും ശേഷം ചെറിയൊരു തുക പോലും സുരക്ഷയ്ക്കായിട്ട് മാറ്റിവെക്കുന്നത് വലിയ ബുദ്ധിമുട്ടല്ല. ഇവിടെ എമർജൻസി ഫണ്ട് അത് വളരെ പ്രധാനമാണ്. അതായത് ആശുപത്രി ആവശ്യങ്ങൾക്കായിട്ട് പെട്ടെന്ന് ഒരു വലിയ തുക നമുക്ക് വേണ്ടി വന്നാൽ നമ്മൾ ഓടിച്ച് നമ്മുടെ സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകൾ, നമ്മുടെ ഓഹരികൾ ഒന്നും വിൽക്കാനായിട്ട് പോകരുത്. അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് വലിയ നഷ്ടമായിരിക്കും അത് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ ബില്ലുകളൊക്കെ തന്നെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പണം നമ്മൾ മാറ്റിവെക്കണം. അതായത് നമുക്ക് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഹോസ്പിറ്റൽ ചിലവുകൾ, ബില്ലുകളൊക്കെ അല്ലെങ്കിൽ ജോലിയിലെ തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ പാടില്ല. നിങ്ങളുടെ ഒരു മാസത്തെ ഫൗണ്ടേഷണൽ എക്സ്പെൻസ് എത്രയാണോ അതിൻ്റെ ചുരുങ്ങിയത് 3 മടങ്ങെങ്കിലും ഒരു സേവിങ്സ് അക്കൗണ്ടിൽ ലിക്വിഡ് ക്യാഷ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കണം. സാലറി കിട്ടുമ്പോൾ തന്നെ 5% മുതൽ 10% വരെ ഇതിനായിട്ട് മാറ്റിവെക്കുന്നത് ശീലമാക്കുക. കാരണം അപ്രതീക്ഷിത സാഹചര്യങ്ങൾ നമ്മുടെ ആരുടെ ജീവിതത്തിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ 2026 ഈ എമർജൻസി ഫണ്ട് ഇല്ലാതെ ജീവിക്കുന്നത് വലിയ അപകടമാണ്. അതുകൊണ്ട് തന്നെ ഈ എമർജൻസി ഫണ്ട് നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇനി അതിനുശേഷമാണ് നമ്മൾ നിക്ഷേപത്തെ പറ്റി ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. കാരണം പണം സേവ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് വളരുകയും വേണം. അതിനാണ് നിക്ഷേപങ്ങൾ ആവശ്യമായി വരുന്നത്. എന്നാൽ എല്ലാ പണവും ഒരിടത്ത് നിക്ഷേപിക്കുന്നത് വലിയ അപകടമാണ്. ഈ 2026 നിക്ഷേപം ചെയ്യുമ്പോൾ എല്ലാ മുട്ടയും നമ്മൾ ഒരേ കൂരയിൽ വെക്കരുതെന്ന ചൊല്ല് ഇവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് സ്പ്ലിറ്റ് ചെയ്തായിരിക്കണം നമ്മുടെ നിക്ഷേപങ്ങളൊക്കെ ഉണ്ടാവേണ്ടത്. ചില പണം സുരക്ഷിത നിക്ഷേപങ്ങളിലും ചിലത് വളർച്ച നൽകുന്ന നിക്ഷേപങ്ങളിലും നമ്മൾ കീപ്പ് ചെയ്യണം. ഓഹരി വിപണി, അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ, ബാങ്ക് നിക്ഷേപങ്ങൾ എന്നിവയെല്ലാം തന്നെ വ്യക്തിയുടെ അറിവിനും അതോടൊപ്പം തന്നെ അപകട സഹിഷ്ണുതയും ഒക്കെ തന്നെ അനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കണം. നിക്ഷേപം ഒരു ചൂതാട്ടമല്ല, ദീർഘകാല ആസൂത്രണമാണ്. നമ്മൾ നിക്ഷേപിക്കുന്ന പണം അതിൻ്റെ ഒരു ഭാഗം നമ്മൾ കമ്പനികളുടെ ഓഹരിയിൽ നിക്ഷേപിക്കുക, ഇത്ര ഭാഗം റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുക, ഇത്ര ഭാഗം ബോണ്ടുകളിൽ, ഡെറ്റ് ഫണ്ടുകളിൽ, കടപ്പത്രങ്ങളിൽ, ഡിബഞ്ചേഴ്സിലൊക്കെ തന്നെ നിക്ഷേപിക്കുക. പിന്നെ കുറച്ച് ഭാഗം സ്വർണ്ണത്തിൽ നിക്ഷേപിക്കണം. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായി സ്പ്ലിറ്റ് ചെയ്താണ് നമ്മുടെ നിക്ഷേപങ്ങൾ ഉണ്ടാവേണ്ടത്. അല്ലാതെ എല്ലാ പണവും നമ്മൾ ഒരിടത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കരുത്. അതൊരു നല്ല തീരുമാനമല്ല, ഒരു മണ്ടത്തരമാണെന്ന് തന്നെ പറയാൻ സാധിക്കും. ഇനി മറ്റൊരു പ്രധാന കാര്യം അത് കടമാണ്. കടം ജീവിതത്തിൻ്റെ ഭാഗമാകാം, എന്നാൽ കടം ജീവിതത്തെ നിയന്ത്രിക്കരുത്. 2026 ഏറ്റവും കൂടുതൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് നിയന്ത്രണമില്ലാത്ത കടങ്ങളാണ്. കാരണം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ തന്നെ വാങ്ങുന്നത് അത് പിന്നീട് അടയ്ക്കാൻ ബുദ്ധിമുട്ടാകുന്ന സാഹചര്യം നമ്മളിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഉയർന്ന പലിശയുള്ള കടങ്ങൾ ആദ്യം തന്നെ നമ്മൾ തീർപ്പാക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കണം. പഠനത്തിനോ അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി എടുത്തിരിക്കുന്ന കടങ്ങൾ നല്ലതാകാം, പക്ഷേ അവയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തതായിരിക്കണം. കടം കുറയുമ്പോൾ മനസ്സിന് സമാധാനം കൂടും, സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ നമ്മുടെ വിരമിക്കൽ പ്രായം വളരെ പ്രധാനപ്പെട്ടതാണ്. വിരമിക്കൽ വളരെ ദൂരെയുള്ള കാര്യമെന്ന് കരുതിക്കൊണ്ട് പലരും ഇപ്പോൾ അത് അവഗണിക്കുകയാണ്. എന്നാൽ വിരമിക്കൽ ജീവിതത്തിൻ്റെ ഒരു ഉറപ്പുള്ള ഘട്ടമാണ്. നമ്മൾ ജോലി ചെയ്യുന്ന കാലത്ത് ചെറിയ തുകയെങ്കിലും സ്ഥിരമായിട്ട് സേവ് ചെയ്താൽ വിരമിച്ച ശേഷം അത് വലിയ സഹായമാകും. കാരണം നമുക്ക് പ്രായമാകുമ്പോൾ വരുമാനം കുറയും, പക്ഷേ ചെലവ് കുറയണമെന്നില്ല. നമ്മുടെ ആരോഗ്യ ചെലവുകൾ വർദ്ധിക്കും, ജീവിതം സുഖകരമായിട്ട് നയിക്കണമെന്ന ആഗ്രഹവും നമുക്കുണ്ടാകും. അതിനാൽ തന്നെ 2026 തന്നെ ഈ വിരമിക്കൽ ആസൂത്രണം നമ്മൾ നേരത്തെ തുടങ്ങുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. ഇനി നമ്മൾ സമ്പാദിക്കുന്ന പണം നമ്മുടെ മരണശേഷം അത് ആരിലേക്ക് പോകണം എന്നതും കൃത്യമായി ആലോചിക്കേണ്ട പ്രധാന കാര്യമാണ്. പല കുടുംബങ്ങളിലും വിൽപ്പത്രം ഇല്ലാത്തതിനാൽ തന്നെ പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകാറുണ്ട്. വിൽപ്പത്രം എന്നത് വലിയ സമ്പത്തുള്ളവർക്ക് മാത്രം വേണ്ട കാര്യമല്ല. ചെറിയ സ്വത്തുണ്ടെങ്കിലും അത് ശരിയായ ആളുകളിലേക്ക് എത്താൻ വേണ്ട ക്രമീകരണം നമ്മൾ ഇപ്പോഴേ ചെയ്യേണ്ടതായിട്ടുണ്ട്. വിൽപ്പത്രം തയ്യാറാക്കുകയും നോമിനേഷൻ നൽകുകയും ചെയ്താൽ അത് കുടുംബത്തിന് തന്നെ വലിയൊരു ആശ്വാസമാകും.
അതുകൊണ്ട് തന്നെ ഈ 2026 ഈ കാര്യങ്ങളെ തുറന്ന മനസ്സോടെ നമ്മൾ കാണണം. 2026 സാമ്പത്തിക വിജയം എന്നത് വലിയ ശമ്പളം കിട്ടുന്നതല്ല, മറിച്ച് ലഭിക്കുന്ന പണം അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക എന്നതാണ്. അതായത് വളരെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ മുന്നോട്ടുണ്ടാകണം, നല്ല ബജറ്റ്, എമർജൻസി ഫണ്ട് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം, ഇതുപോലെ സുരക്ഷിതവും വളർച്ച നൽകുന്നതുമായിട്ടുള്ള മികച്ച നിക്ഷേപങ്ങൾ ഉണ്ടാകണം, കടം നിയന്ത്രണം, അതോടൊപ്പം തന്നെ ഇൻഷുറൻസ്, ദീർഘകാല ആസൂത്രണം, അതായത് നമ്മുടെ വിരമിക്കൽ കാലത്തേക്കുള്ള ആസൂത്രണം. സോ ഇവയെല്ലാം ചേർന്നതാണ് നല്ല സമ്പത്ത് മാനേജ്മെൻറ്റ്. ഇത് ഒരു ദിവസം കൊണ്ട് നേടാൻ സാധിക്കുന്ന കാര്യമല്ല. എന്നാൽ സ്ഥിരമായിട്ട് നമ്മളത് ശ്രദ്ധിച്ചാൽ ഏത് സാധാരണ മനുഷ്യനും സാമ്പത്തിക സുരക്ഷയും ആത്മവിശ്വാസവും ഇതിലൂടെ നേടാനായിട്ട്. ടിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.